ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ എഴുന്നേറ്റ വഴി ഞാൻ വിചാരിച്ചു പൂക്കടയിൽ പോയിട്ട് പൂവൊക്കെ മേടിച്ച് അവരെ റിസീവ് ചെയ്യാന്ന്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ എൻ്റെ ഗൈസ് വീടിൻ്റെ പരിസരം ഫുള്ളാകെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് പ്രോസസ്സിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഒന്ന് മേലെ കയറ്റി വെച്ചിട്ട് വേണം ഈ വക സാധനങ്ങൾ പൂവാത്ത ഇതൊക്കെ മേടിക്കാൻ. അപ്പോൾ ഭയങ്കര ഹാപ്പിയുള്ള ഒരു ദിവസം. അതേപോലെ കിച്ചൺ ചെവിയുടെ കമ്പോസ്റ്റ് അച്ഛനമ്മ അതേ ഉള്ളിലിരുന്നിട്ട് സാധനങ്ങളൊക്കെ മേലെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ സ്കൂട്ടി എടുത്തിട്ട് വേണം നമുക്ക് പോവാൻ. കാർ ഓൾറെഡി ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയി കയറ്റി വെച്ചു. അത്രയും വെള്ളമായി ഗൈസ്. റോഡിൻ്റെ ബ്രിമ്മായിട്ട് റോഡൊക്കെ കവിഞ്ഞ്. അപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും ഇനി കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് സാധനങ്ങളൊക്കെ ഒതുക്കിയാണ്. വെള്ളം കൂടി ഇരിക്കുക. മഴ ഇങ്ങനെ പെയ്യണമുണ്ട്. ഇത് പണി കിട്ടുമോയെന്ന് സംശയമുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നെഹനെ റിസീവ് ചെയ്യാൻ പൂക്കടയിൽ പോയിട്ട് പൂ മേടിച്ചിട്ട് വരാം. ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഈ കുട്ടി പേഴ്സിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കേട്ടാ കണ്ടോ, ഞാൻ ചെരുപ്പൊക്കെ ഇങ്ങനെ കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട്. വണ്ടി ഇതേ ഓൺ ചെയ്ത് വെച്ചേക്കുക. വണ്ടി ചൂടായി വരണോ. ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് വഴുക്കും. നേരത്തെ ഞാൻ വഴുക്കിയത് അവിടെ വെള്ളം കണ്ടില്ലേ. ഈ പാടം ഫുൾ നിറഞ്ഞു ഗൈസ്. ആകെ വെള്ളമാണ്. കാണുന്ന റോഡ് ഫുൾ വെള്ളമാണ്. അവിടെ നിന്ന് ഓട്ടോ വരുമ്പോൾ മനസ്സിലാവും. കണ്ട ഓട്ടോ കാണാനില്ലല്ലോ. ഫുൾ വാട്ടർ 12 മണി വരെ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. 12 മണി കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ ആയത്. ഇനി നമുക്ക് അവരെ റിസീവ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ബാക്കി ഒതുക്കൽ പരിപാടിയൊക്കെ ആവാറില്ല. ഞാൻ ഭയങ്കര ലേറ്റ് ആയിപ്പോയി. ഇവിടുത്തെ അവസ്ഥ എന്താവും എന്ന് നോക്കാം. വെയിലാണെങ്കിൽ രക്ഷപ്പെട്ടു ഗൈസ്. പക്ഷെ മഴയില്ല. വെയിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പണിയില്ല. എവിടെ നിന്നൊക്കെയോ ഒലിച്ച് വരണ വെള്ളം. അത് വിട്. സോ ഇന്നൊരു ഹാപ്പി ദിവസമാണ്. നമുക്ക് ആ മൂഡ് പിടിക്കാം. അച്ഛനമ്മ പതുക്കെ റെഡിയായി വരുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ. ആ സമയത്ത് ഞാൻ വേഗം പോയിട്ട് പൂക്കടയിൽ നിന്ന് ഒരു 3 റോസാപ്പൂ നോക്കി എടുത്തു കേട്ടോ. വിരിഞ്ഞതൊന്നും കണ്ടില്ല. അപ്പൊ പിന്നെ ചുങ്ങിയൊരു 3 ഞാൻ എടുത്തിട്ട് പോന്നു. അപ്പൊ നമുക്ക് റോസ് കിട്ടി. അമ്മ റെഡി, അച്ഛൻ റെഡി. ഇനി ഇതേ കാർ എടുത്ത് നേരെ എയർപോർട്ടിലേക്ക് പോവാം. എത്ര നേരം? സമയത്ത് 7:03. 3ാമത്തെ ബ്ലോക്കാണ്. ടോൾ ഫ്രീ ആയിട്ടാ കിടന്ന്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് കിടന്ന്. രാവിലത്തെ ധൃതിയിലെങ്കിൽ പറയാൻ പറ്റിയില്ല. രാവിലെ ഞാൻ റോസ് ഇത്തിരി പൈസ കൂടുതലാണ് മേടിച്ചത്. കഴിഞ്ഞ വട്ടം ഞാൻ 3 റോസ് 50 രൂപയ്ക്ക് മേടിച്ചു. ഇപ്രാവശ്യവും ഒരു റോസ് 20 രൂപയ്ക്ക്. അപ്പൊ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മേടിച്ചങ്ങോട്ട് പോന്നു. അങ്ങനെ ഇത്ര രാവിലെ ആയതുകൊണ്ടോ തോന്നുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വൈകുന്നേരം മേടിച്ച. അപ്പോൾ അത്ര പ്രശ്നം ഉണ്ടായില്ല. അതാണ് രാവിലെ മേടിച്ചാലുള്ള പ്രശ്നം. ഇനിയിപ്പോൾ എന്തായാലും നേരെ എയർപോർട്ടിൽ പോവാം. എനിക്ക് തോന്നുന്നു അവര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഗൈസ്, നമ്മൾ ഏതൊക്കെയോ വഴി അവസാനം എയർപോർട്ട് എത്തി. പരിപ്പാടേ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പൊ ഇതാണ് ഞാൻ ആഷിക്കും നേഹയ്ക്കും ബേബിക്കും വെച്ച സാധനം. ഇവിടെ അതെ, ബേബിക്കും വെച്ചു. പിന്നെ റോസാപ്പൂ നിങ്ങൾ കണ്ടുല്ലോ. പിന്നെ അച്ഛൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഒരു ചക്രം വന്നൊരു കേട്ടാ ഈ സാധനം മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഐസു ബേബീനെ ആദ്യമായിട്ട് കാണാൻ പോവാ. അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. അച്ഛൻ്റെ ഇപ്പൊ കടയിൽ നിർത്തിയിട്ടേ 2 മിഠായി, അൽവിയേച്ചിക്ക് 2 കുഞ്ഞിപ്പിള്ളേരുണ്ട്. അവർക്ക് മിഠായി മേടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയേക്കാം. അപ്പൊ ഇതാണ് കാർഡ്സ് കാണാണ്ട. ഇത് ആഷിക്ക്, പപ്പാക്ക്, ഇത് നേഹയ്ക്ക്. താങ്ക് യു ഫോർ ബീങ് എ ഗ്രേറ്റ് മോം. അങ്ങനെ ഞാൻ എഴുതിയിരിക്കണം. അവരച്ഛനും അമ്മയായിട്ട് ആദ്യമായിട്ടാണ് നാട്ടിക്ക് വരുന്നത്. ഇത് ബേബിക്ക് വായിക്കാൻ അറിയില്ല. വി ലവ് യു ഐസു എന്നാണ് ഞാൻ എഴുതിയിരിക്കണേ. ഓക്കെ, അപ്പൊ അവിടെ എത്തിയിട്ട് കൊടുക്കാം നമുക്ക്. അതെ, അച്ഛൻ വന്നു. കാറാണോ? അത് കുഴപ്പമില്ല. കാർ ഇവിടെ എത്തിയതേ ഭാഗ്യം. എന്റെ അമ്മ ഒരു കുന്നുമിട്ടായി മേടിച്ചിട്ടില്ല. പോവാം. എയർപോർട്ടിൽ അവരെത്തിക്കഴിഞ്ഞിട്ടോ നമ്മളെത്തിയത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ആ എക്സൈറ്റ്മെന്റ് വന്നത്. അവർ കാണാനും ബേബി എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ കാണാൻ. ഒരു പേരിന്റെ ഡ്യൂട്ടിയാ. എന്ത് പറയണേ?
ഗൈസ് നമ്മുടെ ഈ സുബേബിനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടാ. കാരണം ഫോട്ടോയിലൊക്കെ കാണുന്നേക്കാളും ഭയങ്കര ചെറുതാ നേരിട്ട് കാണുമ്പോൾ. റോസാപ്പൂന്നൊക്കെ എടുത്തിട്ട് എന്നെ വലിയ പിടിയൊന്നും കിട്ടിയില്ല തോന്നുന്നുണ്ട്. ആള് വലിയ മൈൻഡൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ നേഹയ്ക്ക് ഒരു പൂവൊക്കെ കൊടുത്ത് റിസീവ് ചെയ്തു. നേഹ നല്ല ചബ്ബി ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടത്തേനേക്കാളും കാണാൻ. അവർക്ക് കൊടുത്താ മിഠായി കൊടുത്താ അയ്യോ ഹലോ എന്താ പറയുക ഐസുമ ഹലോ ഹലോ ഇതാരാ ഇതാരാ തന്നെ ഇതാരാ തന്നെ ഇത് കണ്ടിട്ടില്ലല്ലോ. ആണോ? എന്റെ മുട്ടേ നിന്നെ കണ്ടിട്ട് മതിയാവല്ലോ. എയർപോർട്ടിൽ നിന്ന് നേരെ വന്നത് മാളേക്കാട്ടോ. അവിടെ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ ചെയ്ത് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ നിന്നാണ് കഴിച്ചത്. പിന്നെ കുറച്ച് നേരം താലോലിച്ച് അത്രയധികം മതിയായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോകുന്നു. പിന്നെ ഒരു ദിവസം അവർ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരും. അപ്പം അതിന്റെ വ്ളോഗ് ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. എനിക്കാണെങ്കിൽ എടുത്തിട്ട് മതിയാവണില്ല ഗൈസ്. എനിക്കറിയാം എന്നെ പോലെ നിങ്ങൾ എക്സൈറ്റഡ് ആണ്. കാരണം നിങ്ങളിൽ കുറെ പേര് ഐസ് ജനിച്ചപ്പോൾ പേരിടാനും കുറെ സജഷൻസ് ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവർ ജനിച്ചപ്പോൾ ഉള്ള വീഡിയോ ഇട്ടപ്പോൾ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഐസുവിന് പപ്പാടെ ചായയാണോ അമ്മയുടെ ചായയാണോ കൂടുതൽ? അപ്പൊ ഇനി മേമയും ഐസുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ വരും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടാ. അടുത്ത വീഡിയോയിൽ കാണുന്നവര് ബൈ ഗൈസ്. മറ്റേ സാധനം കൂടി